ടീമുകൾ മുഴുവനും നരകത്തിലേക്കാണ്. ഉമ്മ കേട്ടോ, ഒരു സൽക്കാരം ഉണ്ടാകുമ്പോഴേക്ക് നിസ്കാരം ഖളാ ആക്കുന്ന, കല്യാണപ്പന്തൽ കണ്ടാൽ നിസ്കരിക്കണമെന്ന് ബോധമില്ലാതെ വൈകുന്നേരം മാത്രം നഷ്ടപ്പെട്ടു പോയ ദുഹറിനെ കുറിച്ച് ഓർക്കുന്ന ഉമ്മയും പെങ്ങളും ആലോചിച്ചോ? എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനും അനുജനും കൂട്ടത്തിലുണ്ടെങ്കിൽ അവരും ചിന്തിച്ചോ? സൽക്കാരം നിസ്കാരം മുടക്കാൻ കാരണമാകരുത്, കല്യാണം നിസ്കാരം മുടങ്ങാൻ കാരണമാകരുത്. ഇതൊന്നും നിസ്കാരം മുടങ്ങാനുള്ള കാരണമല്ല. ഇതുകൊണ്ടൊക്കെ നമ്മൾ നിസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോ, നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു ജനത പിൽക്കാലത്ത് വരും. എല്ലാ നബിമാരുടെയും പിൽക്കാലത്ത് അത് വരും എന്ന് പറഞ്ഞിട്ടല്ല പറയാണ്, അവർ സ്വന്തം ദേഹേച്ഛകളെ പിന്തുടർന്ന് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു ജനത വരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഫസൗഫ യൽഖൗന ഗയ്യാ, ഫസൗഫ യൽഖൗന ഗയ്യാ, അവർ ഗയ്യ് എന്ന നരകത്തെ മീറ്റ് ചെയ്യേണ്ടി വരും. അവര് ഗയ്യ് എന്ന നരകത്തെ അഭിമുഖീകരിക്കേണ്ടി വരും, കണ്ടുമുട്ടേണ്ടി വരും. തർക്കമില്ല, നിസ്കാരം ഉപേക്ഷിച്ചവർ നരകത്തിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് നരകാവകാശി എന്റെ മക്കളെ നിങ്ങൾ ഇവിടെ എത്തിയതെന്ന് ചോദിച്ചപ്പോ ആദ്യത്തെ മറുപടി നംനകു മിനൽ മുസല്ലീൻ. നമുക്ക് തോന്നുമ്പോഴൊന്നും നിസ്കരിച്ചാ പോരാ, നിസ്കാരം ഉപേക്ഷിക്കാനും പറ്റൂല. എത്രയോ സഹോദരന്മാർ നിസ്കാരം തീരെ ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട്. എത്രയോ സഹോദരങ്ങൾ നിസ്കാരം തീരെ ശ്രദ്ധിക്കാത്തവരായിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, നിങ്ങൾ ആലോചിക്കുക, നിസ്കാരത്തിന്റെ കാര്യം ഗൗരവമാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു വഖത്ത് നിസ്കാരം നഷ്ടപ്പെടുത്താതെ ഇന്നു മുതൽ ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞാൽ തീരുന്നു എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മുടെ വിഷയാവതരണം നീണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വന്നെങ്കിൽ 5 ദിവസമുണ്ട്. അതിന്റെ ഇടയിലൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇതും നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. എന്നാലും ഞാൻ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഖളാ ആകാതെ നിസ്കരിക്കുന്ന ഒരു ജനത അതുകൂടെ ഉണ്ടാവേ പറ്റൂ. അല്ലെങ്കിൽ നരകം അവരുടെ ശാശ്വത പാർപ്പിടമായിരിക്കും, ശാശ്വത പാർപ്പിടമായിരിക്കും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഫസൗഫ യൽഖൗന ഗയ്യാ, ഗയ്യ് എന്ന നരകത്തിൽ കടക്കേണ്ടി വരും. ഏതാണ് ഈ ഗയ്യ് എന്ന നരകം? 70 കൊല്ലങ്ങൾക്ക് മുമ്പ്, 70 വർഷങ്ങൾക്ക് മുമ്പ് അതിലേക്കൊരു കല്ലിടുകയാണെങ്കിൽ അത് താഴ്ഭാഗത്തെത്തണമെങ്കിൽ 70 കൊല്ലത്തെ ദൈർഘ്യം പിടിക്കും. 70 കൊല്ലം മുമ്പ് ഇട്ടണമെങ്കിൽ ഇപ്പോഴാ എത്തുക. ഇത്രയോ ആഴമുള്ള നരകക്കൊണ്ടാണ് ഗയ്യ്. ഈ കാണുന്ന ഭൂലോകം മുഴുവൻ, പ്രപഞ്ചം മൊത്തം, സമാവാത്ത് അർളുകൾ മൊത്തം ഈ നരകത്തിന്റെ ഗയ്യ് എന്ന് പറയുന്ന ആ നരകത്തിന്റെ മുകളിൽ ജസ്റ്റ് ഒന്നങ്ങോട്ട് ആട്ടിയാൽ അത് മുഴുവനും ഉരുകിപ്പോകുമെന്ന് ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. അത്രയും കടുപ്പമുള്ള നരകമാണ് ഗയ്യ് എന്ന് പറഞ്ഞ നരകം. ആ ഗയ്യ് എന്ന നരകത്തില് കടക്കും കേട്ടോ, ചിന്തിക്കണം എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നോടും നിങ്ങളോടും പഠിപ്പിക്കുകയാണ്, അറിയിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. നോക്കൂ നിങ്ങള്, പ്രിയപ്പെട്ട സഹോദരാ, എത്ര കടുപ്പമുള്ള വാക്കാണ്. ആഴം വളരെ കൂടുതലാണ്. എന്നാലോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിന്റെ രുചി, അവിടെ കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ രുചി വളരെ മോശമാണ് നരകത്തിൽ. എല്ലാവർക്കും അറിയാം. സക്കൂം വൃക്ഷത്തിന്റെയും ഹമീം വെള്ളത്തിന്റെയും ഒക്കെ കഥകൾ പല പ്രഭാഷണങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഖഅറു ജഹന്നം, ഈ ഗയ്യ് എന്ന നരകം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഹദീസിൽ നമുക്കതിനെ കുറിച്ച് വായിക്കാൻ കഴിയും. ലൗ സുയ്യിറത് ഫീഹി ജിബാലുദ് ദുനിയാ, ഈ ദുനിയാവിലെ പർവ്വതങ്ങൾ അതിന്റെ മുകളിലൂടെ ഒന്നങ്ങ് ആട്ടിയാൽ ലദാബത് മിൻ ശിദ്ദതി ഹർരിഹി, അതിന്റെ ചൂടിന്റെ കടുപ്പം കൊണ്ട് അത് മുഴുവനും ഉരുകിപ്പോകുമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത്, വഹുവ മസ്കനു മൻ യതഹാവനു ബിസ്സലാ,
നിസ്കാരത്തിന്റെ കാര്യം അവഗണിക്കുന്നവന്റെ പാർപ്പിടമാണത്. ഫസൗഫ യൽഖൗന ഗയ്യാ ഇല്ലാ അൻ യതൂബ ഇലല്ലാഹി വയംദമ അലാ മാ ഫറത്ത എന്താ പറഞ്ഞത്? തൗബ ചെയ്ത് വരുത്തിയ വീഴ്ചയിൽ ഖേദിച്ചാലൊഴികെ. അപ്പൊ ഇന്ന് അവസരമുണ്ട്. 70 വയസ്സ് പ്രായമായിട്ടുണ്ട്, ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ബോധമുദിക്കുന്നു, തൗബ ചെയ്യാൻ റെഡിയാണോ? പശ്ചാത്താപ മനസ്സുണ്ടോ? പരമാവധി നിസ്കാരങ്ങൾ ഖളാ വീട്ടുകയും അതോടൊപ്പം നല്ല പടച്ചോനെ പേടിക്കുന്ന ഒരു ഖൽബുണ്ടോ? ഇനി ശിഷ്ടമുള്ള ജീവിതത്തില് നിങ്ങൾ തൗബ ചെയ്യാൻ തയ്യാറാണോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗം തരും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബേജാറാവണ്ട. കാരണം ഖുർആനാണ് പറയുന്നത്. ഈ ആയത്തിൽ തന്നെ പറയുന്നു, ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹാൻ എന്ന് അല്ലാഹു തആല പറയുന്നു. ഇൻഷാ അല്ലാഹ് ഭാഗം പിന്നീട് കേൾപ്പിക്കാം. ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹാൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന. എന്താ പറഞ്ഞത്? തൗബ ചെയ്യണം, വിശ്വസിക്കണം, ശിഷ്ട ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ? ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവര് സ്വർഗ്ഗത്തിൽ കടക്കുക തന്നെ ചെയ്യും. വലാ യുദ്ലമൂന ശൈആ, അവര് ഒരൽപ്പം പോലും ആക്രമിക്കപ്പെടുകയില്ല. അവരൊരൽപ്പം പോലും ആക്രമിക്കപ്പെടുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തിലേക്ക് തിരിച്ചു വരണം. നിസ്കരിക്കാതിരിക്കുന്ന ഒരു ചുറ്റുപാട് എന്തായാലും ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിലും അത് ചർച്ച ചെയ്യേണ്ട ഒരു അധ്യായമേ അല്ല. മാപ്പള നിസ്കരിക്കാതിരിക്കേ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, മൻ തറക സ്വലാത മുതഅമ്മിദൻ, മൻ തറക സ്വലാത മുതഅമ്മിദൻ, മനഃപൂർവ്വം ഒരാള് ഫർള് നിസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മതു, അല്ലാഹുവിന്റെ ഉത്തരവാദിത്വം അവനിൽ നിന്ന് ഒഴിവായി. മുഹമ്മദുനിൽ മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിസ്കരിക്കാത്തവന്റെ കാര്യം ഏറ്റെടുക്കാൻ അല്ലാഹുക്ക് സൗകര്യമില്ല. പടച്ചോൻ പറയും, നിന്റെ കാര്യം നോക്കാൻ എനിക്ക് സൗകര്യമില്ലടോ എന്ന് പറയും. ഫഖദ് ബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹ്. ഇത് പറയുമ്പോൾ ഒരുപക്ഷേ എന്റെ സദസ്സിലുള്ള കൂട്ടുകാർ, പ്രത്യേകിച്ച് നിസ്കാരം ഉപേക്ഷിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചേക്കാം, എന്നിട്ട് നിസ്കാരം ഉപേക്ഷിക്കുന്ന എനിക്ക് പടച്ചോൻ ഭക്ഷണം തരുന്നുണ്ടല്ലോ, എനിക്കല്ല വെള്ളം തരുന്നുണ്ടല്ലോ എന്നല്ല, തീരെ നിസ്കരിക്കാത്ത ഏതൊക്കെ വിഭാഗക്കാരിവിടെ ഉണ്ട്, അവർക്കൊക്കെ ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുന്നില്ലേ? അത് തന്നെയാണ് അതിന്റെ മറുപടിയും. ഏത് അള്ളാഹനെ വിശ്വാസം പോലും ഇല്ലാഞ്ഞിട്ട് ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുന്നില്ലേ? അത് അല്ലാഹ് റഹ്മാനായതിന്റെ പേരിൽ കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഭക്ഷണവും വെള്ളവും വായുവും വെളിച്ചവും ഒക്കെ കിട്ടുമ്പോ രണ്ട് നിലക്ക് കിട്ടും. റഹ്മാനീയത്തിന്റെ പേരിൽ കിട്ടുന്നതുണ്ട്, റഹീമിയത്തിന്റെ പേരിൽ കിട്ടുന്നതുണ്ട്. റഹ്മാനീയത്തിന്റെ പേരിൽ കിട്ടുന്നത് എന്താ? നിന്റെ കുട്ടി എന്നുള്ള നിലക്ക് കൊടുക്കുന്നതാ. ഞാൻ തിരിയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. വാപ്പുണ്ടല്ലോ എന്റെ കുട്ടി എന്ന് വിചാരിച്ചിട്ട് തരുന്നതും. അതേസമയം റഹീമിയത്തിന്റെ പേരിൽ റഹീമിയത്തിന്റെ പേരിൽ കിട്ടുന്നത് എന്റെ കുട്ടി എന്നുള്ള നിലക്ക് കൊടുക്കുന്നതാണ്. അതേസമയം റഹ്മാനിയത്തിന്റെ പേരിൽ കൊടുക്കുന്നതോ, ഞാനിവനെ സൃഷ്ടിച്ചില്ലേ, ഇവന്റെ ഭക്ഷണവും വെള്ളവും ഒക്കെ ഞാൻ ഏറ്റെടുത്തതാണല്ലോ, ദുന്യാവിൽ ഞാൻ അനുസരിച്ചാലോ ഇല്ലെങ്കിലും അത് കൊടുക്കുന്നു പറഞ്ഞതാണ്. അതുകൊണ്ട് ജീവിച്ചു പോയിക്കോട്ടെ വിചാരിച്ചിട്ട് കൊടുക്കുന്നതാണ്.